ഒരു നാടിൻ്റെ പുരോഗതി ആ നാട്ടിലെ യൂത്തിൻ്റെ കൈകളിലാണ് അല്ലേ? നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് തന്നെ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഒരുപാട് ആശയങ്ങളുണ്ട്, ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. ആ ഐഡിയാസ് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഈ നാടിൻ്റെ, ഈ രാജ്യത്തിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറുന്ന രീതിയിലുള്ള പുരോഗമനങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരുപാട് കാരണങ്ങളാൽ ഈ യങ്സ്റ്റേഴ്സ് പലരും ഈ പറയുന്ന ആശയങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി മറ്റ് പല ജോലിക്കും പോവുകയും അല്ലെങ്കിൽ അതിലേക്ക് ഇൻവോൾവ് ആവാതെ ഇരിക്കുന്നതും സാഹചര്യങ്ങൾ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അതിന് കാരണം പലതരത്തിലുള്ള ഫിയേഴ്സാണ്. നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന ഫെയിലിയേഴ്സ്, നമ്മളൊരു പുതിയ പ്രൊജക്റ്റായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരുപാട് സ്റ്റെപ്സ്, അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഫിയർ, അതിലുള്ള ലീഡർഷിപ്പ് ഇല്ലായ്മ. ബട്ട് ഇന്ത്യ ആസ് യു നോ ഭയങ്കര സ്കിൽഫുൾ ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് കൊണ്ട് സമ്പന്നമാണ്. പക്ഷേ ഈ പറയുന്ന പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് പലതും നടക്കുന്നില്ല. ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന, ഞാൻ ഈ പറയുന്ന രീതിയിൽ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തൊട്ടിട്ട് ഫ്രം സ്ക്രാച്ച്, സീറോന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. വിത്തൗട്ട് എനി ഒരു തരത്തിലുള്ള ബിസിനസ് ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ ഒന്നുമില്ലാതെ ഫ്രം സ്ക്രാച്ച് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത് ഫ്രം എക്സ്പീരിയൻസ് മാത്രമായിരുന്നു ബിസിനസ്സിലെ എൻ്റെ ഒരു ടീച്ചർ എന്ന് പറയുന്നത്. ആ രീതിയിൽ ഞാൻ ലേൺ ചെയ്തതാണ് ഈ കഴിഞ്ഞ ഒരു 9 വർഷം കൊണ്ട് ഇന്ന് ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന എല്ലാം. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു ആരെങ്കിലും ഒരു മെൻറ്റർ ഉണ്ടായിരുന്നെങ്കിൽ, പറഞ്ഞു തരാൻ ഒരു ആൾക്കാരുണ്ട്, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് മോട്ടിവേറ്റ് അല്ലെങ്കിൽ കറക്റ്റ് ഒരു ഡയറക്ഷൻ കാണിച്ചു തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ 9 വർഷം എടുത്തത് ചിലപ്പോൾ ഒരു 3-4 വർഷം കൂടി എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇന്ന് പല ആൾക്കാരും അത് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ട്, എങ്ങനെ തുടങ്ങണം എന്നറിയാതെ. അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. അപ്പോൾ എങ്ങനെ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ആ ഇംപ്ലിമെൻ്റ് ചെയ്ത ഐഡിയ അതൊരു സ്റ്റാർട്ടപ്പ് പോലെയോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത ഐഡിയ എങ്ങനെ വികസിപ്പിച്ച് കൊണ്ടുവരാം, അതിന് എങ്ങനെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാം, എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ ലീഡർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാം, എങ്ങനെ നമുക്കൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ബിസിനസ്സിലൊരു പ്രോ ആയിട്ടൊന്നുമില്ല. ബട്ട് ഈ ഒരു സ്റ്റേജ്, ഈ ഒരു സക്സസ്ഫുൾ സ്റ്റേജിലേക്ക് എത്തുന്ന രീതി വരെയുള്ള ഒരു ജേണി എനിക്ക് ക്ലിയർ ആണ്. കാരണം ഞാൻ അത്രയും എക്സ്പീരിയൻസ് ത്രൂ ആണ് ഇവിടെ എത്തിയത്. സോ ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഞാൻ അതായത് പഠിപ്പിക്കുന്നതിനേക്കാളും എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഐഡിയ കിട്ടും. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അവരുടെ ഉള്ളിൽ മാത്രം ഒതുക്കി വെച്ചിരിക്കുന്ന കുറേ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സോ അത് തന്നെയാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും വലിയ ഒരു മോട്ടീവ് അല്ലെങ്കിൽ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല ഐഡിയാസ് ഒക്കെ ആയിരിക്കും, പക്ഷെ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. കാരണം ഇതെങ്ങനെ കൊണ്ടുപോകണം എന്നത് കൃത്യമായിരിക്കില്ല. കാരണം അവരുടെ ഐഡിയ നല്ലതായിരിക്കും, അവർ നല്ല പ്രൊജക്റ്റ് ആയിരിക്കും, പക്ഷേ ഒരു ബിസിനസ് പ്രോപ്പർലി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാരണങ്ങൾ, നമ്മുടെ ടീം, നമ്മുടെ സിസ്റ്റം, നമ്മുടെ ഒരു ക്യാഷ് ഫ്ലോ, മാർക്കറ്റിംഗ്, സെയിൽസ്, ഇതെല്ലാം കൂടി പ്രോപ്പറായിട്ട് വരുമ്പോഴാണ് അത് നല്ല രീതിയിൽ പോകുന്നത്. സോ ഈ കാര്യങ്ങളെല്ലാം ഒരു സെയിം അലൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ബിസിനസ് ഗ്രോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലായിരിക്കും. അതുകൊണ്ട് തന്നെ യങ്സ്റ്റേഴ്സിന്, ന്യൂ എൻ്റർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനലായിരിക്കും ഈ ചാനലിൽ വരുന്ന എല്ലാ കണ്ടന്റുകളും. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഈ ഒരു ചാനൽ.